ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോറേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഒരു എഗ് കുൽഫിയാണ് നമ്മൾ ആദ്യം തന്നെ കഴിക്കാൻ പോകുന്നത്. ഇത് എപ്പോഴൊന്നും എല്ലായിടത്തും ഒന്നും കാണാറില്ല, എന്നാലും നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ സ്ട്രീറ്റിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഒരു കുൽഫി മേക്കറിൻ്റെ പോലെയുള്ള ഒരു കുഴിയായിട്ടുള്ള ഇതാണ്. നമ്മുടെ തണുത്ത കുൽഫി അല്ല കേട്ടോ, ഇത് ആ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ഇതിന് കുൽഫി എന്ന് പേരിട്ടേക്കുന്നത്. അങ്ങനത്തെ കുൽഫി മേക്കറിൻ്റെ പോലെ ഒരു കുഴിയുള്ള സാധനത്തിൽ 2 മുട്ട അവർ പൊട്ടിച്ചൊഴിക്കും. എന്നിട്ട് വെന്ത് കഴിഞ്ഞിട്ട് മുട്ട ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞിട്ടാണ് അവരതിലേക്ക് മസാലയൊക്കെ ചേർക്കുന്നത് കേട്ടോ. അങ്ങനെ 2 മുട്ട പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അത് കുറച്ചൊന്നിങ്ങനെ വെന്ത് തുടങ്ങുമ്പോൾ അവർ അതിലേക്ക് ഓയിലൊക്കെ ചേർക്കുന്നുണ്ട്. ഓയിൽ ചേർത്തിട്ട് പിന്നെ നടുക്കൊരു സ്റ്റിക്ക് വെക്കും, നമ്മളെ സാധാരണ കുൽഫിയുടെ ഷേപ്പിൽ ആ സ്റ്റിക്ക് കൊണ്ട് അതിങ്ങനെ കടിച്ച് പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം എടുക്കുന്നുണ്ട് കേട്ടോ, ഒരു 5 to 10 minutes ഒക്കെ അത് കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട്. ചെറിയ തീയിലാണ് തോന്നുന്നത്, വേണം മുട്ട ആയതുകൊണ്ട് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് ഓയിലൊക്കെ ഒഴിക്കും. എന്നിട്ട് പിന്നെയും ഒരു 3-4 മിനിറ്റ് അവരിങ്ങനെ വെയിറ്റ് ചെയ്യും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഓൾമോസ്റ്റ് വെന്ത് തുടങ്ങുമ്പോൾ അതിങ്ങനെ നടുക്കൊരു സ്റ്റിക്ക് കുത്തി കൊടുക്കും. എന്നിട്ട് ആ സ്റ്റിക്കിലിങ്ങനെ പിന്നെ അതിങ്ങനെ മുട്ട സ്റ്റിക്കിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റിക്കിലിങ്ങനെ ഒട്ടി പിടിച്ച് കഴിയുമ്പോൾ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ അവർ സൈഡിൽ വേറൊരു ഇത് വെച്ചിട്ട് ഒരു കേർഡായിട്ടുള്ള ഒരു കത്തി പോലത്തെ സാധനം കൊണ്ട് ഇങ്ങനെ അറ്റത്തുനിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും കേട്ടോ. ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ കറക്റ്റ് ആ സ്റ്റിക്കിൻ്റെ മുകളിൽ മുട്ട ഇങ്ങനെ പിടിച്ച് നിൽക്കും. അങ്ങനെ ഒരു 2-3 മിനിറ്റ് കൂടി വെച്ച് കഴിഞ്ഞിട്ട് അവർ ആ സ്റ്റിക്ക് പതുക്കെ പൊക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരു കുൽഫിയുടെ ഷേപ്പിൽ നമുക്ക് എഗ് കുൽഫി കിട്ടും കേട്ടോ. എഗ് റോളെന്നും എഗ് കുൽഫി എന്നൊക്കെ ഇതിന് പറയും. ഇതങ്ങനെ ഏറ്റവും കോമൺ ആയിട്ട് കാണാറില്ല, എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ കാണാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇതിപ്പോൾ കർമ്മ റോഡിൽ ആ മേളയൊക്കെ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ സൈഡിൽ റോഡ് സൈഡിൽ ഫുള്ള് സ്ട്രീറ്റ് ഫുഡുകളാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ ഇന്ന് കഴിക്കാൻ പറ്റിയത്. എന്നിട്ട് അതെടുത്തിട്ട് അവർ പ്ലേറ്റിൽ വെച്ചിട്ട് പിന്നെ അതിൽ മസാല, മുളക് പൊടിയും കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് സോൾട്ടും ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റിക്ക് പിടിച്ച് കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിങ്ങനെ പീസാക്കി അവർ കട്ട് ചെയ്ത് തരും കേട്ടോ. കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ആ സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ നമുക്ക് കുത്തിയിട്ട് ഓരോ ചെറിയ പീസസ് ആയിട്ട് എടുത്തിട്ടും കഴിക്കാം. എന്തായാലും സൂപ്പർ ടേസ്റ്റായിരുന്നു. സാധാരണ കഴിക്കാൻ പറ്റാത്തൊരു വെറൈറ്റി സാധനം ആദ്യമായിട്ട് കഴിച്ചു എന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അടുത്ത സാധനം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് പൊട്ടറ്റോ വേൾസാണ്. അത് പിന്നെ എല്ലായിടത്തും കാണാം, എല്ലാ ഷോപ്പുകളുടെ മുമ്പിലും സൂപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിലും സ്ട്രീറ്റിലും ഒക്കെ നിറയെ കാണുന്നൊരു സാധനമാണ് ഈ പൊട്ടറ്റോ വേൾസ്. നല്ല തിളച്ച എണ്ണയിലേക്ക് അവർ ഈ പൊട്ടറ്റോ ആ ഒരു മെഷീൻ വെച്ചിട്ടിങ്ങനെ സ്റ്റിക്കിൻ്റെ മുകളിൽ ഇങ്ങനെ കേൾസാക്കി വളച്ചെടുത്തിട്ട് പിന്നെ മസാല ഓൾറെഡി തേച്ച് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ മസാലയൊക്കെ തേച്ച് അവർ എണ്ണയിലിട്ടിട്ട് പൊരിക്കുകയാണ്. നന്നായി ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ ശേഷം പിന്നെ അവരതിൻ്റെ മുകളിൽ മുളക് പൊടിയും ഉപ്പും പിന്നെ 2 ടൈപ്പ് സോസ്, മയോണൈസും പിന്നെ ഒരു യെല്ലോ കളറുള്ള ഒരു ഓറഞ്ച് കളറുള്ള സോസും ഒക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് തന്നു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. ചൂടോടെ കഴിക്കാനിത് നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാത്തവരായിട്ട് ഇപ്പോൾ ആരും ഉണ്ടാവില്ല, ഒരു ഇതെല്ലാ സ്ഥലത്തും ഉണ്ടാവും. നല്ല ടേസ്റ്റിയാണ്. എന്നാലും വൈകുന്നേരമൊക്കെ ഒന്ന് നടക്കാൻ പോകുമ്പോൾ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ ഒരു ഈവനിങ്ങിൽ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് കഴിച്ചിരിക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ പൊട്ടറ്റോ ബോൾസ്. കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഭയങ്കര ദാഹമായി. അപ്പം നമ്മൾ അടുത്ത ഒരു കുലുക്കി സർബത്തിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. ഒരു ഓറഞ്ച് കുലുക്കി സർബത്ത് കേട്ടോ. അത് നല്ല റീഫ്രഷിങ്ങും ആയിരുന്നു. ഓറഞ്ചൊക്കെ ആകുമ്പോൾ ഇതിൽ പാലൊന്നുമില്ല, ഒരു ഹാഫ് ലെമണും കുറച്ച് ഓറഞ്ച് ക്രഷും പിന്നെ ഒരു പച്ചമുളകിൻ്റെ കഷ്ണം, പിന്നെ അതിലേക്ക് തണുത്ത വെള്ളം കൂടി ചേർത്ത് ആ അടപ്പ് വെച്ചൊരു കുലുക്കലുണ്ട്, സാധാരണ കുലുക്കി സർബത്തിൻ്റെ പോലെ തന്നെ. എന്നിട്ട് നല്ല തണുത്ത വെള്ളം ചേർത്ത് അടപ്പ് വെച്ച് നന്നായി അടിച്ച് പിന്നെ കുറേ നേരം ഒന്ന് കുലുക്കൂട്ടോ. നന്നായി കുലുക്കി കഴിയുമ്പോൾ നല്ല പതഞ്ഞ് വരും. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുലുക്കി സർബത്ത് റെഡി ആയിട്ടോ. നല്ല റീഫ്രഷിങ് ആയിരുന്നു. അത് കഴിച്ചവിടെ ദാഹവും ക്ഷീണവും ഒക്കെ പോയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോറേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ.